എനിക്ക് സിനിമ കണ്ടപ്പോൾ എന്താ തോന്നിയെന്നറിയോ, ഇതിലെ ഓരോ ഷോട്ടുകളും അന്നേരം ആ സിറ്റുവേഷനിൽ എടുത്ത പോലെ ഒരു ഫീൽ തോന്നി എനിക്ക്. അല്ലേ? സത്യം. തീർച്ചയായിട്ടും. അത് പ്രത്യേകിച്ച് ബോംബെ ഷോട്ട്സ്. സത്യം. ബോംബെ ഷോട്ട്സ് ഒന്നും പ്ലാൻഡേ അല്ല. അല്ല, അന്നേരം പോയി അന്നേരം കാണുന്ന ഒരു സംഭവം അല്ലേ. വണ്ടി പോകുമ്പോഴത്തേക്ക് 5D or 7D ഉള്ള ഒരാൾ നമ്മളെ ബാക്കി ഇരിക്കാൻ പറയും. അനൂപും ഭാവനയും നമ്മളെ വണ്ടി തന്നെ ഇരിക്കാൻ പറയും. ഞാനും അനുചേട്ടനും അനൂപും ഭാവനും കൂടെ ഇങ്ങനെ ബോംബെയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു നല്ല ഫ്രെയിം കണ്ടു കഴിഞ്ഞാൽ അതിപ്പോൾ ഞാനാണ് ആദ്യം കാണുന്നത്, അനുചേട്ടൻ ഇത് അവിടെ ബീച്ച്, മറ്റേ പാലം, ഇവിടെ നിർത്തി കഴിഞ്ഞാൽ മറ്റേ സില്ലൗട്ട് കാര്യങ്ങൾ പെട്ടെന്ന് ഇറങ്ങി ഭാവന ആ ഡ്രസ്സൊക്കെ ഇത് മതി ഇറങ്ങി. അത് പോയി സൺസെറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ഡ്രസ്സ് ഇടുന്നുണ്ട് അങ്ങനെ വിളിച്ചിറക്കിയിട്ട് കൊണ്ടുപോയി ക്യാമറ സ്റ്റാൻഡ് ഇന്ദ്രത്തെ ക്യാമറ എടുത്തുകൊണ്ട് വന്നിട്ട് 5D എടുത്തുകൊണ്ട് നേരെ പോകുന്നു. എന്നാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മറ്റേ അങ്ങനെ കാണിക്കും ഇങ്ങനെ കാണിക്കുന്നു പറയുന്നു, അങ്ങ് ഷൂട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് ബോംബെ ഷൂട്ട് മൊത്തം. അത് ചില സീനുകൾ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. കറക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഷാറുഖ് ഖാൻ്റെ വീട്ടിലേക്കൊക്കെ ചെന്നിട്ട് അല്ലേ. കാരണം കറക്റ്റ് നമുക്കൊരു പ്രേക്ഷകൻ എന്ന കറക്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവും ആ സെക്യൂരിറ്റി അത് അഭിനയിച്ചതല്ല എന്നുള്ളത്. കാരണം ഒറിജിനലായിട്ടാണ് ഇടിക്കാൻ വരുന്നത്. കാരണം ഇടിക്കാൻ പിടിക്കുന്ന ഇടി പിടുത്തം കണ്ടാൽ അറിയാം ഇയാൾ ഇടിച്ച് തകർക്കും എന്നുള്ളത് അല്ലേ. അത് സത്യം പറഞ്ഞാൽ അത് നമ്മൾ വളരെ ആക്സിഡൻ്റലി ആണ് അതത്രയും സംഭവിച്ചത്. അവിടെ അതിൻ്റെ ആ ഷാറുഖ് ഖാൻ്റെ വീടിൻ്റെ മന്നത്തിൻ്റെ ഫ്രണ്ടിൽ ബീച്ചാണ്, ബാന്ദ്ര സീ സൈഡാണ്. അപ്പം ബാന്ദ്ര സൈഡിൽ പോയി ഒരു സോങ് കട്ട് എടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ പോയപ്പോഴത്തേക്ക് വണ്ടി ചെന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ ഭയങ്കര ജനക്കൂട്ടം. അപ്പം ഞാനൊരു കൗതുകത്തോടെ അങ്ങോട്ട് പോയി നിന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അനൂപ് പറഞ്ഞിട്ട് എന്താണെന്ന് സംഭവം മനസ്സിലായില്ലേ. ഞാൻ ചെന്ന് ഇതാണ് മന്നത്ത്, സാക്ഷാൽ ഷാരൂഖ് ഖാൻ്റെ വീടോ. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഒരു 5 സ്റ്റാർ ഹോട്ടൽ പോലത്തെ. ഞാൻ ഓക്കെ, അപ്പോൾ ഇത്രയും ആൾക്കാർ. അപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിക്കഴിഞ്ഞു. കാരണം ടൂറിസ്റ്റുകൾ വന്നിറങ്ങുന്നു, അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ഞാനും പോയി എൻ്റെ അസിസ്റ്റൻ്റ് കിച്ചുവിൻ്റെ അടുത്ത് വേണ്ട ഒരു ഫോട്ടോ എടുത്തു, എൻ്റെ മൊബൈൽ കൊടുത്തിട്ട് ഞാൻ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അത് കണ്ടിട്ട് അനൂപാണ് എൻ്റെ അടുത്ത് വേണ്ടി നിനക്ക് അത്ര തന്നെ നമുക്കൊരു സീൻ ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ ചെയ്യും, അവിടെ അത്രയും ആൾക്കാർ, പിന്നെ സെക്യൂരിറ്റി, CCTV അത് അവൻ അന്നും കുഴപ്പമില്ല. നീ ഒരു കാര്യം ചെയ്യും, ഉച്ച സമയമാകുമ്പോൾ ഇവരെല്ലാം ഭക്ഷണം കഴിക്കാൻ പോകും. ആൾക്കാർ ടൂറിസ്റ്റ് 1 മണിക്കൂറിന് പോലും നമുക്ക് വേണ്ട, ഒരു 15-20 മിനിറ്റ് മാക്സിമം, 10 മിനിറ്റ് മാക്സിമം എന്ന് പറഞ്ഞു. ഞാനും അനുചേട്ടനും ഭാവന അനൂപും മാത്രം മതിന്നുണ്ട്. അവിടെ ചെന്നിട്ട് അനൂപ് ഭാവനയുടെ തുടങ്ങി ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും, നീ അതിനനുസരിച്ച് മറുപടി പറഞ്ഞാൽ എന്താ വരേണ്ടത് വെച്ച് കാണാമെന്നുണ്ട്. അനൂപ് അങ്ങ് കയ്യിൽ നിന്നിട്ട് തുടങ്ങിയതാണ് ആ ഡയലോഗ്സും കാര്യങ്ങളും. കൃത്യമായിട്ടും ഒരു പ്രസൻസ് ഓഫ് മൈൻഡുള്ള ആളെന്ന നിലയ്ക്ക് ഭാവന അതിന് കൃത്യം മറുപടി പറയും, കറക്റ്റായിട്ട് പറയും. ഇതിൻ്റെയൊക്കെ അവസാനം എന്നെയും അനൂപിനെയും അനുചേട്ടനെ അമ്പരപ്പിച്ചുകൊണ്ട് ഇവളുടെ ഒരു ചോദ്യവും, എന്നാൽ പിന്നെ നമുക്ക് ഷാരൂഖ് ഖാൻ എന്ത് കണ്ടാലെന്താ. അത് ആ പ്രസൻസ് ഓഫ് മൈൻഡ് കൈവിടാതെ അനൂപ് പറഞ്ഞു പിന്നെന്താ നീ വാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിങ്ങനെ നിൽക്കുക, എന്ത് ചെയ്യണം, ഒരു മതിലുണ്ട്. ഇവരങ്ങ് അപ്പുറത്തെ റോഡിൽ കയറി. അപ്പം ഞാൻ എന്ത് ചെയ്ത് അഞ്ചേട്ടാ ഇങ്ങനെ കാണിച്ചു കണ്ണാണിച്ച് ഓടിക്കാന്ന് പറഞ്ഞു. ഞാനും അഞ്ചേട്ടനും കൂടെ ചാടി കയറിയിട്ട് ഇവർ അവിടെ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ എത്തിച്ചെന്ന് ക്യാമറ ആയിട്ട് അവിടെ നിന്നു. ഇവർ കറക്റ്റ് എൻട്രി ചെയ്തു. പിന്നെ ആ കാണുന്ന എല്ലാം ലൈവാണ്. ആ സിനിമയൊക്കെ കയറുന്നു, അയാൾ പിടിച്ച് തള്ളുന്നു, വെള്ളം ഉണ്ടാക്കുന്നു, പിടിച്ച് തള്ളുന്നു. ആ പ്രശ്നം അവസാനം എല്ലാം കഴിഞ്ഞിട്ട് അയാൾ വന്നിട്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞു ഇതാണ് സംഭവം. സോ അതാണെങ്കിൽ ഓക്കെ, എന്തെങ്കിലും ഒന്നുകൂടെ എടുക്കണമെന്നൊക്കെ ചോദിച്ചാൽ മതി. പിന്നെ തോന്നിയെന്നറിയോ, ഒരുപാട് രസങ്ങളുണ്ടാവും ലൊക്കേഷൻ. ബോംബെ പോലത്തെ ഒരു വലിയ നഗരത്തിൽ ഇത്രയും റിസ്ക് എടുത്ത് കുറേ ഷൂട്ട്. കാരണം ഓൾമോസ്റ്റ് സീനുകളും ബോംബെ തന്നെയാണല്ലേ. തീർച്ചയായും അതായത് ബോംബെയിലാണ് ഇതിൻ്റെ കഥ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്റ്റീരിയർ സീൻസ് എല്ലാം അവിടെ എടുത്തേ പറ്റൂ. നമ്മളിവിടെ ഇപ്പം നമ്മളിപ്പോൾ ബാങ്കോക്കിൽ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്, മലേഷ്യയിൽ 4 Friends ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ബാങ്കോക്കിൽ ഹാപ്പിയസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോഴൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഈസി ആയിരുന്നു. അപ്പം നമ്മൾ അതുപോലെ തന്നെ അങ്ങ് പോവാണ്. ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ രാജ്യമല്ലേ കുറച്ചുകൂടെ ഈസി ആണെന്ന് വെച്ചിട്ട് എന്തും ചെയ്യാന്നുണ്ട് ചെന്ന് ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഒരിടത്തും ക്യാമറ കൊണ്ടുവയ്ക്കാൻ സമ്മതിക്കുന്നത്. അപ്പോൾ പോലീസ് അല്ലെങ്കിൽ പട്ടാളം വരും, മിലിറ്ററി വരും. കാരണം വെച്ചാൽ എല്ലാം തന്നെ ടെററിസ്റ്റ് അറ്റാക്ക് നടന്ന സ്ഥലങ്ങളിലായിരുന്നു നമ്മൾ ക്യാമറ കൊണ്ടുവച്ചത്. അപ്പോൾ അതെല്ലാം ഹൈലി സെക്യൂരിറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞങ്ങൾക്കാണെങ്കിൽ ഈ പറയുന്ന കണക്ക് ബോംബെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മണിരത്നം സാറിൻ്റെയും പ്രിയദർശൻ സാറിൻ്റെയും സിനിമകൾ കണ്ടുള്ള പ്രാവ്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ടിൽ പറക്കുന്നു, അങ്ങനെയുള്ള താജ്, VT റെയിൽവേ സ്റ്റേഷൻ, ഓൾഡ് മുംബൈയിലെ വലിയ വലിയ ബിൽഡിങ്സിൻ്റെ ഇടയിലുള്ള പാട്ട്, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ. അതൊക്കെ പകർത്താമെന്ന് ചെല്ലുമ്പോഴത്തേക്കാണ് ഈ ചേട്ടന്മാർ മെഷീൻ ഗണ്ണായിട്ട് വരുന്നത്. അപ്പോൾ ഒരു നിവർത്തിയില്ല. അപ്പോൾ പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ റെഡ് MX എന്ന് പറഞ്ഞ വലിയ ക്യാമറയൊക്കെ അങ്ങ് പതുക്കെ മാറ്റി വെച്ചിട്ട് 5D 7D GoPro ഒക്കെ ആയിട്ട് നമ്മളൊരു അറ്റാക്ക് ആയിരുന്നു. എന്നാൽ പിന്നെ അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ല എന്നിട്ട് അത് വെച്ചിട്ട് ഫോട്ടോസ് എടുക്കുന്നത് പോലെ. അതിനാണ് ഞാൻ ഈ ഭാവന അനൂപമൊക്കെ ആയതുകൊണ്ടാണ് ആ സിനിമ അങ്ങനെ ആയത്. കാരണം വണ്ടിക്കകത്തിരുന്നിട്ട് ഫുൾ കാണാൻ പഠിക്കാൻ പറഞ്ഞു, ഡയലോഗ്സ് കംപ്ലീറ്റ്. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാമറ അനുചേട്ടൻ ചിലപ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതായിരിക്കും, ഒരു ക്യാമറ അനുചേട്ടൻ്റെ അസിസ്റ്റൻസ് അവിടെ വയ്ക്കും, വേറൊരു അസിസ്റ്റൻറ്റ് ഇപ്പുറത്ത് വെച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ളൊരു കളിയായിരുന്നു അത് കംപ്ലീറ്റ്.
അതിൻ്റെ ഇടയിൽ പല പ്രാവശ്യം എന്നെ 3 പ്രാവശ്യം എന്നെ അനുചരനെയും പോലീസ് പിടിച്ചോണ്ട് പോയി. ഒരു ഹാഫ് ഡേ ഓളം അവിടെ കൊണ്ടിരുത്തിയിരുന്നു. അവസാനം പ്രിയദർശൻ സാറിൻ്റെ ഒരു കോർഡിനേറ്റർ സലീം ഭായി, അദ്ദേഹമായിരുന്നു നമ്മുടെ കോർഡിനേറ്റർ. ഇയാൾ ആ സമയത്ത് അമിതാഭ് ബച്ചൻ സാറിൻ്റെ ഒരു ആഡുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയോ ആയിരുന്നു. അവിടെ നിന്നൊക്കെ വന്നാണ് ഞങ്ങളെ ഇറക്കുന്നതൊക്കെ. അങ്ങനെ ഒരുപാട് തമാശകൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അന്ന് ഭയങ്കര ഒരു അഡ്വഞ്ചറസ് ഷൂട്ടായിരുന്നു. ഞങ്ങൾ എടുക്കും, ഹാർഡ് ഡിസ്ക് മറ്റേ ഇത് മെമ്മറി കാർഡ് ഊരി കൊടുക്കും, മറ്റേ ഹാർഡ് ഡിസ്കിൽ അടുത്ത മെമ്മറി കാർഡ്, അങ്ങനെയുള്ളൊരു ഷൂട്ടായിരുന്നു. അല്ല ഇപ്പോൾ ഫണ്ണാണ് സത്യം, ഇപ്പോൾ നോക്കുമ്പോൾ തമാശ. പക്ഷെ അന്നേരം അതിൻ്റെ ഏറ്റവും വലിയ വെച്ചാൽ ഇതെല്ലാം ഓക്കെ. ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, ടാജിൻ്റെ ഫ്രണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ടാജിൻ്റെ CCTV കൺട്രോൾ റൂമിനകത്ത് നിന്നാണ് പട്ടാളത്തെ വിളിച്ച് പറഞ്ഞത്. എന്താണ് അവിടെ അല്ലേ ടെററിസ്റ്റ് അറ്റാക്ക് മെയിൻ ടാജിലൊക്കെ അവരുടെ ജോലിയാണ്. അവസാനം പോലീസ് വരുന്നു, ഞങ്ങൾ ഭാവന എടുത്തേടി ഓടി. അനൂപാണെങ്കിൽ ഈ മറ്റേ എന്താ പറയുക ഡംബ് ആൻഡ് ഡഫില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അനൂപ് ഞാനും കണിച്ചേരുന്ന അവിടെ അങ്ങ് നിന്ന് ഭാഷയും പറഞ്ഞൂടാ. അത് അനൂപ് ജവാന്നൊക്കെ പറഞ്ഞിട്ട് അനൂപ് കൊടുക്കുക. അവസാനം ഇതൊന്നുമല്ല രസം. VT സ്റ്റേഷനകത്ത് ഷൂട്ട് ചെയ്തതാണ്. VT സ്റ്റേഷനകത്തേക്ക് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് കോർഡിനേറ്റർ സലീം പറഞ്ഞു ഞങ്ങളെ വിളിക്കരുത്, ഞങ്ങളുടെ കയ്യിലൊന്നും നിൽക്കില്ല. ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് VT സ്റ്റേഷൻ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ അങ്ങനെയാണ് ശരിയാകുന്നത്. ഞാൻ പറഞ്ഞു അനുചേട്ടാ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഭാവനയും അനുഭവം പറഞ്ഞു രണ്ടും കളിപ്പിച്ച് അങ്ങ് നിൽക്കുക എല്ലാത്തിനും. അതുകൊണ്ട് ഞാൻ ശരി പോകുന്നുണ്ട്. ഞാനും അനുചേട്ടൻ്റെ 2 അസിസ്റ്റൻസും എൻ്റെ 2 അസിസ്റ്റൻസും ഭാവന അനുഭവം കൂടെ നേരെ ട്രെയിനിൽ കയറുന്നു, ഇറങ്ങുന്നു, വരുന്നു, നടക്കുന്നു, പിടിക്കുന്നു, ഇതെല്ലാം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. ഫുൾ CCTV ആണ്. ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ചാൽ അപ്പം പിടിച്ചകത്തിട്ട് ഞാൻ പിന്നെ ഇറങ്ങത്തില്ല നമ്മൾ. പിന്നെ കേസും വഴക്കും വേറെ ലെവലിൽ പോകേണ്ടി വരും. ഒരു ധൈര്യമായിരുന്നു. പൊക്കോണ്ടിരുന്നപ്പം അനൂപിൻ്റെ പോക്കറ്റിൽ മൊബൈൽ ഓൺ ചെയ്തിട്ടിട്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ ഹെഡ്ഫോൺ വഴി. ഇങ്ങനെ എന്നിട്ട് അനൂപ് നേരെ നടന്നു, കുറച്ച് ലെഫ്റ്റ് നടന്നു, കുറച്ചുകൂടെ ചേർത്ത് പിടിച്ചോ, കുറച്ച് കെട്ടിപ്പിടിച്ചോ, ചേർത്ത് വെച്ചോ, തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു 6 പേര് വരുന്ന ഒരു മലയാളി ഫാമിലി നമുക്കാണ് പറയാം. അനൂപിനെയും ഭാവനയും തന്നെ ശ്രദ്ധിക്കുന്നു, ചുറ്റും നോക്കുന്നു. അപ്പോൾ അവിടെ ഒന്നും ക്യാമറ ഇല്ല എന്ന് മനസ്സിലായി. ഇവർ നേരെ അങ്ങോട്ടേക്ക് പോകുന്നു. ഞാൻ അനുവേ ഒരു സംഘം ആൾക്കാർ വരുന്നുണ്ട്, ഇത് മിക്കവാറും കുളമായി നമ്മളെല്ലാം അകത്താവും, എന്തെങ്കിലും ഒരു ഇത് കണ്ടുപിടിച്ചോന്ന് പറഞ്ഞു, ബുദ്ധി പ്രയോഗിച്ചോന്ന് പറഞ്ഞു. ശരിടാ കുഴപ്പമില്ല നോക്കാം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ട്. ഇവർ നേരെ അടുത്ത് ചെല്ലുന്നു, എന്തൊക്കെയോ അവിടെ സംസാരിക്കുന്നു. എനിക്ക് ഇത്രയും ഡിസ്റ്റൻസിൽ കാണാം സംസാരിക്കുന്നില്ല, എന്തൊക്കെയോ സംസാരിക്കുന്നു. എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ അങ്ങോട്ട് മാറുന്നു. എല്ലാം കഴിഞ്ഞ് ഷോട്ട് എല്ലായിടത്തും ഞാൻ എങ്ങനെ അവരെ ഒതുക്കിയെന്ന് ചോദിച്ചു. അപ്പോൾ വേറൊന്നുമില്ല, അവർ നേരെ വന്നിട്ട് ചോദിച്ചു നിങ്ങളെന്താ ഇവിടെ, നീ ഷൂട്ടിംഗ് ഒന്നും അല്ലല്ലോ എന്നും കാണിച്ചു, ക്യാമറ ഒന്നും കാണില്ല, എന്താ അവിടെ നിന്ന് വെച്ചിട്ട് അനു പറഞ്ഞു ചേച്ചി ആരോടും പറയരുത്, ആളെയും കൂട്ടരുത്, ഞങ്ങൾ നാട്ടിൽ നിന്ന് ഒളിച്ചോടി വന്നതാണ്. ഞങ്ങൾ ഭയങ്കര പ്രണയത്തിലായിരുന്നു, വീട്ടുകാർ സമ്മതിച്ചില്ല, അതുകൊണ്ട് ഞങ്ങളങ്ങ് ഓടി വന്നു. ഞങ്ങൾ ഇതുവഴി ഡൽഹി വഴി, ആഗ്ര വഴി, സിംല വഴി അങ്ങോട്ട് കടക്കാറാണ്. അങ്ങനെ അപ്പോൾ അവർ ഞങ്ങൾ അപ്പോഴേ വിചാരിച്ചു, നിങ്ങൾ ആ ട്രിവാൻഡ്രം ലോഡ്ജിലെ കളി കണ്ട് അപ്പോഴേ വിചാരിച്ചു. അങ്ങനെയൊക്കെ അത് പിന്നെ അപ്പം ഞാൻ അനുഭവിച്ചിട്ടുണ്ടേ ഇത് വലിയ അബദ്ധമാണ്. കാരണം ഫേസ്ബുക്കിലും അതാണ് ഫേസ്ബുക്കിലും നാളെ തന്നെ മിക്കവാറും സ്ക്രോൾ ആയിട്ട് ചാനലൊക്കെ വരിക, ഒന്നും കുഴപ്പമില്ല. അത് പിറ്റേ ദിവസം തന്നെ വന്നു ഫേസ്ബുക്കിൽ. ഇതൊക്കെ ആ സമയത്ത് വരില്ലേ കൊള്ളാം. അത് കഴിഞ്ഞ് ഇവന്മാരത് ഈ അനൂപും ഭാവനയും സ്ഥിരമാക്കിയത് അല്ലല്ല ഈ പറച്ചില്. ഗേറ്റ് വേറെ അവിടെയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് മലയാളികൾ വന്ന് കൂടാൻ തുടങ്ങി. അപ്പോൾ അവർ എന്താണെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ ഒളിച്ചോടി വന്നാണ്. ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് കുട്ടികളുണ്ടാകുമ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ആൽബം ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ലൈവായിട്ട് ഇത് പറഞ്ഞ് വളർത്തി. പിന്നെ നാട്ടിൽ വന്നപ്പോൾ അറിയാമല്ലോ, കേട്ടില്ല എല്ലാവരും രണ്ടുപേരും കൂടെ പ്രേമമാണെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ളത്, ഈ സിനിമയുടെ വിജയത്തിൽ സാറിന് ആരോടൊക്കെയാണ് നന്ദി പറയാം? ഇത്രയും വലിയൊരു ഗംഭീര വിജയം. പ്രധാനമായിട്ടും ഞങ്ങളെ വിശ്വസിച്ച് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന കേരള കൗമുദി ഡയറക്ടർ ദർശനും അവരുടെ ഗ്രൂപ്പും നമ്മളിൽ അർപ്പിച്ചൊരു വിശ്വാസം ഉണ്ടല്ലോ. കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകളില്ല, വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിമിൽ നിന്നുകൊണ്ട് അനൂപും ഭാവനയും മാത്രം. പിന്നെ ബാലേട്ടൻ, ഷാജു, നിശാന്ത്, നോബി, ജോജോ എന്നുണ്ട് വളരെ അങ്ങനെ അനുശ്രീ അങ്ങനെയൊക്കെ ഉള്ളേ ഉള്ളൂ. ഒരു വലിയ ഇപ്പം ഞാനൊക്കെ ഹാപ്പി ഹസ്ബൻഡ്സും ഗോ ചെയ്യുന്ന പോലെ അങ്ങനെ ഒരു വലിയ വൈഡ് ഫ്രെയിം അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് വിജയിക്കും എന്ന് നമ്മളുടെ ഒരു വിശ്വാസം അവർക്കും ഫീൽ ചെയ്ത് അവർ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന അവർക്കാണ് എൻ്റെ ഒരു പ്രധാന നന്ദി. ഇതിനൊക്കെ അപ്പുറത്ത് ഇതിന് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോയത്. ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ദൈവത്തിനെ പോലെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് സാക്ഷാൽ ലാൽ ജോസ് ആണ്, ലാലു ചേട്ടനാണ്. ലാലു ചേട്ടൻ്റെ LJ ഫിലിംസ് ഇത് കണ്ട്, ലാലുചേട്ടൻ കണ്ട് LJ ഫിലിംസ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ ഈ പടം ഇറങ്ങത്ത് തന്നെ ഇല്ലായിരുന്നു. ഇപ്പോഴെങ്കിലും ഇറങ്ങത്തില്ലായിരിക്കും, ചിലപ്പോൾ ഇറങ്ങത്ത് തന്നെ ഇല്ലായിരിക്കും. അത് നല്ല സിനിമ. അപ്പോൾ പക്ഷെ നല്ല സിനിമയെ സ്നേഹിക്കുന്ന ലാലുചേട്ടനെ പോലെ ഒരാൾ ഈ പറയുന്ന തട്ടത്തിനും മറയത്തിനും നേരത്തിനും 1983 ശേഷം ഈ സിനിമ കാണുകയും ഇതൊരു ഉറപ്പായിട്ട് ഓടുന്നു, ഇതൊരു സെക്കൻഡ് പോലും ബോറടിപ്പിക്കാത്തൊരു സിനിമയാണെന്നും അവസാനം ഒരു കുഞ്ഞ് മെസ്സേജ് എവിടെയോ തൊട്ടതലോടി പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എടുക്കാൻ തീരുമാനിച്ചു.
LJ ഫിലിംസ് ഈ സിനിമ എടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകരുടെ മനസ്സിലറിയാം എന്തോ അതിനകത്തുണ്ട്. ആ പ്രതീക്ഷ തെറ്റാതെ കാത്തു സൂക്ഷിക്കാൻ പറ്റിയെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആശ്വാസം. അപ്പം ലാലുച്ചേട്ടനോട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ പ്രേക്ഷകരോട്, ഇത് 2 കൈ നീട്ടി സ്വീകരിച്ച പ്രേക്ഷകരോട്, എന്നുവെച്ചാൽ റിപ്പീറ്റ് ഓഡിയൻസ് ഉണ്ട് ഇതിനകത്ത്. കാരണം എൻ്റെ മെനിഞ്ഞാന്ന് ഒരു ദീപു എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തുള്ള കക്ഷി എനിക്ക് ഒരു മെസ്സേജ് അയച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 4th ടൈം ഈ സിനിമ കാണാൻ കയറണം. അപ്പോൾ ഞാൻ 4th ടൈം എന്ത് പറ്റി, അല്ല ഇന്ന് എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു, അപ്പോൾ അതിൽ നിന്ന് റിലീഫ് കിട്ടണമെങ്കിൽ ഞാൻ വിചാരിച്ചെന്താ നമുക്ക് പോയി കാണാം. അവിടെ ചെന്ന് 2.5 മണിക്കൂർ ചിരിച്ചെടുത്തു. അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ പ്രേക്ഷകരാണ് അടുത്ത ശക്തി. പിന്നെ ഈ മീഡിയാസ് നമുക്ക് തന്ന സപ്പോർട്ട് ഉണ്ടല്ലോ, ഓൺലൈൻ മീഡിയാസ്, ഫേസ്ബുക്ക് പോലുള്ള മീഡിയാസ് എല്ലാം തന്നെ ആരും ഇതുവരെ സോഫാർ ഒരു നെഗറ്റീവ് എഴുതിയിട്ടില്ല. എല്ലാവരും ഇതിനെ ഒരുപോലെ സപ്പോർട്ട് ചെയ്തു, ഒരു ചെറിയ സിനിമയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരോടും കടപ്പാട് നന്ദി. പിന്നെ എൻ്റെ ടീം, അവർ പിന്നെ എന്നോടൊപ്പമുള്ളതാണ്, അവർ പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കാര്യമല്ല. നന്ദി പറയേണ്ട കാര്യമില്ല. എല്ലാത്തിൻ്റെയും വിജയത്തിൻ്റെ പിന്നിൽ ഒരു നല്ല സ്ക്രിപ്റ്റാണ് കൃഷ്ണേട്ടൻ. പിന്നെ ഈ പറഞ്ഞ ലാലുച്ചേട്ടൻ ആദ്യം ചോദിച്ചത് ഇത് ആരാണ് ഫോട്ടോഗ്രാഫി എന്നാണ്. ഞാൻ പറഞ്ഞു അനിച്ചേട്ടൻ. സജീലയുടെ എല്ലാ പടവും ചെയ്യുന്ന അനിൽ നായരോ. ഞാൻ പറഞ്ഞു അതെ. അയ്യോ പക്ഷേ ഇതിനകത്ത് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ, വിഷ്വൽസൊക്കെ ഭയങ്കര രസമുണ്ട്, ഭയങ്കര ക്ലാരിറ്റിയും ഭയങ്കര ഭാവന അനുഭവമൊക്കെ ഭയങ്കര സുന്ദരനായിട്ട് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അനിച്ചേട്ടൻ, എഡിറ്റർ, എല്ലാവരോടും നന്ദി. എല്ലാവർക്കും അവകാശപ്പെട്ടതും കൂടെയാണ് ഈ വിജയം. കാരണം ഈ സിനിമയിലൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്, പോയി കാണണം എല്ലാവരും. ഒരു സന്ദേശമുണ്ടെന്ന് പറയുന്നത് അത് വളരെ നല്ല സന്ദേശമാണ്. കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാർ ധൈര്യമായിട്ട് പോയി കാണണം, അതോടെ പ്രശ്നം തീരും എന്ന് ഇത് ഞാൻ 2 പ്രാവശ്യം കണ്ട ഒരു പ്രേക്ഷകൻ്റെ അഭിപ്രായമാണ് അല്ലേ. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി, വൺ ടിവിക്ക് വേണ്ടി സാറ് സമയം ചെലവഴിച്ചതിന് നന്ദി, നമസ്കാരം. ആംഗ്രി ബേബീസ് ഇൻ ലവിൻ്റെ കുറേ വിശേഷങ്ങൾ കേട്ടല്ലോ. അപ്പം അടുത്ത ആഴ്ച ഞാൻ വേറൊരു പടത്തിൻ്റെ കുറേ കാര്യങ്ങളുമായിട്ട് പുതിയ ആൾക്കാരുമായിട്ട് വീണ്ടും എത്തും. അതുവരെയും ബൈ.